ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രാർത്ഥനാ പുണ്യം തേടി ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്നു. യാഗശാലയായി നഗരം. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:15. ശക്തമായ സമ്പദ് വ്യവസ്ഥയിലൂടെ ലോകത്തിന്റെ പ്രതീക്ഷാകിരണമായി ഇന്ത്യ നിലകൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കകളും നേരിട്ടറിയാൻ ജിസിസി രാജ്യങ്ങളിലെ ലോക കേരള സഭാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിനെക്കുറിച്ചുള്ള അവലോകന യോഗവും ശില്പശാലയും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു. ഔഷധ സസ്യങ്ങൾ ആരോഗ്യത്തിനും പൈതൃകത്തിനും ജീവിതമാർഗ്ഗത്തിനും എന്ന സന്ദേശവുമായി ഇന്ന് ലോക വന്യജീവി ദിനം. ഐസിസി ട്വന്റി ലോകകപ്പ് ആദ്യ സെമിയിൽ നാളെ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഭക്തിസാന്ദ്രമായി തിരുവനന്തപുരം നഗരം. പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. രാവിലെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകളിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി എൻ വാസവൻ, ജി ആർ അനിൽ, മേയർ വി വി രാജേഷ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. രാവിലെ 9:15 ശുദ്ധപുണ്യാഹത്തോടെയാണ് ആറ്റുകാൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്. പണ്ടാരടുപ്പിൽ നിന്ന് പകർന്ന ദീപം ഭക്തർ സ്വന്തം അടുപ്പിലേക്ക് ജ്വലിപ്പിച്ചതോടെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറി. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. നിവേദ്യത്തിനായി 350 പൂജാരിമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ക്ഷേത്ര പരിസരം കൂടാതെ നഗരത്തിലും ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലും ഭക്തലക്ഷങ്ങൾ പൊങ്കാലയർപ്പിച്ചു. അതേസമയം ചന്ദ്രഗ്രഹണമായതിനാൽ വൈകുന്നേരം 3:10 മുതൽ വൈകുന്നേരം 7 മണിവരെ ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കില്ല. ഭക്തരുടെ യാത്രാ സൌകര്യത്തിനായി കെഎസ്ആർടിസി ട്രെയിൻ എന്നിവ അധിക സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിനായി തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ 2600ഓളം തൊഴിലാളികളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തി കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ ബിജെപി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലാണ് മന്ത്രി പൊങ്കാലയർപ്പിച്ചത്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും പൊങ്കാലയർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ്. ശാസ്തമംഗലത്തെ ലക്ഷ്മിയിലാണ് രാധികയും കുടുംബാംഗങ്ങളും പൊങ്കാല നിവേദ്യമൊരുക്കിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും വീട്ടിനുള്ളിലിരുന്ന് ആറ്റുകാലമ്മയെ പ്രാർത്ഥിക്കുകയാണെന്നും സുരേഷ് ഗോപി അറിയിച്ചു. പൊങ്കാല കഴിഞ്ഞാലുടൻ നഗരശുചീകരണം പൂർത്തിയാക്കുമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇതിനായി ചിട്ടയായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് മേയർ വി വി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ ഭക്തർ ഇത്തവണ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ശക്തമായ സമ്പദ് വ്യവസ്ഥയിലൂടെ ലോകത്തിന്റെ പ്രതീക്ഷാകിരണമായി ഇന്ത്യ നിലകൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സുസ്ഥിരവും ശക്തവുമാക്കുക എന്ന പ്രമേയത്തിലൂന്നി സംഘടിപ്പിക്കുന്ന ബജറ്റാനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവേഷണത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രധാനമന്ത്രി വ്യവസായ സംരംഭങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. हमारे प्रोडक्ट्स की क्वालिटी ग्लोबल स्टैंडर्ड इतना ही नहीं उससे भी बेहतर हो और इसके लिए हमें दूसरे देशों की जरूरतों को वहां के लोगों की अपेक्षाओं को भी उसका अध्ययन करना पड़ेगा, रिसर्च करनी पड़ेगी, उसे समझना होगा. हमें दूसरे देशों के लोगों की पसंद और उनके कंफर्ट को स्टडी करना ये सबसे बड़ी आवश्यकता है. പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കകളും നേരിട്ടറിയാൻ ജിസിസി രാജ്യങ്ങളിലെ ലോക കേരള സഭാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് UAE സമയം 4:30 ഓൺലൈൻ യോഗം ചേരും. കണ്ണൂർ സിറ്റി പോലീസിന്റെ ആധുനികവത്കരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വിവിധ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയം 3 നിലകളിലായി തളാപ്പിൽ നിർമ്മിച്ച 6 ലോവർ സബോർഡിനേറ്റ് ക്വാർട്ടേഴ്സുകൾ, കൂത്തുപറമ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഓഫീസിന് മുകളിലായി നിർമ്മിച്ച സെൻട്രൽ കസ്റ്റോഡിയൽ ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവയും കണ്ണൂർ റേഞ്ച് ഡിഐജി ഓഫീസിന് മുകളിലായി പുതുതായി നിർമ്മിച്ച ട്രെയിനിംഗ് സെന്ററുമാണ് ഉദ്ഘാടനം ചെയ്യുക. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സ്പീക്കർ AN ഷംസീർ സംബന്ധിക്കും. മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിനെക്കുറിച്ചുള്ള അവലോകന യോഗവും ശില്പശാലയും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. നിധിക്ക് കീഴിലെ വായ്പ ഉറപ്പു നൽകൽ പദ്ധതി, കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ CSR ഉപയോഗിച്ച് ലഭ്യമാക്കിയ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഉപകരണങ്ങളുടെ വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഇസ്രയേലും അമേരിക്കയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന് മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണ്. മിസൈൽ ശേഖരം നശിപ്പിക്കുന്നതിനോടൊപ്പം ആണവായുധം വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇറാനെ തടയുകയുമാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പ്രസ്താവിച്ചു. ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് യുഎസുമായി സഹകരിക്കുമെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു. യുഎസ് ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ 555 പേർ കൊല്ലപ്പെട്ടതായി റെഡ് ക്രസന്റ് അറിയിച്ചു. ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് യുഎഇയിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഇതോടെ ആശ്വാസമായി. ഡൽഹി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ആരംഭിച്ചത്. യാത്രാസമയം സംബന്ധിച്ച് അതത് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടാൻ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാനെതിരായ ഇസ്രയേൽ യുഎസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന ഇറാൻ അനുകൂലികളെ നിരീക്ഷിക്കണമെന്നും ഇവരുടെ സമൂഹമാധ്യമ ഉപയോഗത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. യുഎസ്, ഇസ്രയേൽ കോൺസുലേറ്റുകളിലും എംബസികളിലും മറ്റും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് ലോക വന്യജീവി ദിനം. വന്യജീവി സംരക്ഷണത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഭൂമിയെ സമ്പന്നമാക്കുന്ന ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കാനുള്ള അവസരമാണ് ഈ ദിനമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക വന്യജീവി ദിനാചരണത്തെപ്പറ്റി സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് കൃഷ്ണൻ ആകാശവാണിയോട്. 2013 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ തീരുമാനപ്രകാരം ലോകമെമ്പാടുമുള്ള സസ്യ ജന്തു സമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മാർച്ച് 3 ലോക വന്യജീവി ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ വന്യജീവി ദിനത്തിന്റെ സന്ദേശം എന്ന് വിളിക്കുന്നത് ഔഷധ സസ്യങ്ങൾ ആരോഗ്യത്തിനും പൈതൃകത്തിനും ജീവിതമാർഗത്തിനും സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വന്യജീവികൾ എന്ന് പറയുമ്പോൾ, വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ ജന്തുക്കൾ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നേരെ മറിച്ച് സസ്യങ്ങളും ഇതിന്റെ അവിഭാജ്യ ഘടകമാണ്. സസ്യങ്ങളാണ് നമ്മുടെ വന്യതയുടെ, നമ്മുടെയൊക്കെ നിലനിൽപ്പിന്റെ ഏറ്റവും ആധാരശിലയായി നിൽക്കുന്നത്. ഈ അനന്തകോടി ജീവജാലങ്ങൾ പരസ്പരം തീർക്കുന്ന ഒരു ശൃംഖലയാണ്, ജൈവ ശൃംഖലയിലാണ്. അതിലെ ഒരു കണ്ണിയാണ് മനുഷ്യൻ. നമ്മളെല്ലാം തന്നെ ഈ വലിയ ബന്ധങ്ങളുടെ ഒരു ഭാഗമാണ്. മികച്ച പാർലമെന്റേറിയനും ഭരണാധികാരിയുമായിരുന്നു മുൻ കേന്ദ്രമന്ത്രിയും ദീർഘകാലം വടകരയിൽ നിന്നുള്ള ലോക്സഭാ അംഗവുമായിരുന്ന KP ഉണ്ണികൃഷ്ണനെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേന്ദ്രമന്ത്രി എങ്ങനെയായിരിക്കണം എന്നതിന്റെ മാതൃകയായിരുന്നു അദ്ദേഹമെന്നും ശ്രീ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. KP ഉണ്ണികൃഷ്ണന്റെ വിയോഗം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തീരാനഷ്ടമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചത്. ICC T20 ലോകകപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. നാളെ നടക്കുന്ന ആദ്യ സെമിയിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. മറ്റന്നാളാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി പോരാട്ടം. ഈ മാസം 8-നാണ് ഫൈനൽ. പശ്ചിമേഷ്യയിലെ അസാധാരണ സാഹചര്യം കണക്കിലെടുത്ത് മേഖലയിൽ ഈ മാസം 5, 6 തീയതികളിൽ നടത്താനിരുന്ന 10, 12 ക്ലാസുകളിലെ CBSE പരീക്ഷകൾ മാറ്റിവച്ചു. ബഹ്റൈൻ, ഇറാൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൌദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് CBSE അറിയിച്ചു. മാറ്റിവച്ച പരീക്ഷകൾ എന്ന് നടക്കുമെന്ന കാര്യം ബോർഡ് പിന്നീട് അറിയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി സമർപ്പിച്ച അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വാദം കേൾക്കാൻ 5-ാം തീയതിയിലേക്ക് മാറ്റി. ഇന്ന് കേസ് പരിഗണിച്ചെങ്കിലും മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാവകാശം തേടിയ പശ്ചാത്തലത്തിലാണ് ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രാർത്ഥനാ പുണ്യം തേടി ഭക്തലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കുന്നു. യാഗശാലിയായി നഗരം. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:15. ശക്തമായ സമ്പദ് വ്യവസ്ഥയിലൂടെ ലോകത്തിന്റെ പ്രതീക്ഷാകിരണമായി ഇന്ത്യ നിലകൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രവാസി മലയാളികളുടെ സുരക്ഷയും ആശങ്കകളും നേരിട്ടറിയാൻ GCC രാജ്യങ്ങളിലെ ലോക കേരള സഭാ പ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ചർച്ച നടത്തും. മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടിനെക്കുറിച്ചുള്ള അവലോകന യോഗവും ശില്പശാലയും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തു.
ഔഷധ സസ്യങ്ങൾ ആരോഗ്യത്തിനും പൈതൃകത്തിനും ജീവിതമാർഗത്തിനും എന്ന സന്ദേശവുമായി ഇന്ന് ലോക വന്യജീവി ദിനം. ICC T20 ലോകകപ്പ് ആദ്യ സെമിയിൽ നാളെ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.